പണികാരണം തുടരുന്നു. ആയുർവേദത്തിന്റെ പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അവതരിപ്പിച്ച കഥകളി വളരെ ശ്രദ്ധേയമായിരുന്നു. കഥകളിയുടെ മുദ്രകളിലൂടെ ആയുർവേദ ചര്യകളും മറ്റ് രീതികളും അവതരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ പരിപാടി. ഫോർട്ട് കൊച്ചിയിലെ കേരള കഥകളി സെന്ററിലെ കലാകാരന്മാരാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. അതേസമയം ഇത് സംഘടിപ്പിച്ചത് ഇടപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയായ പുനർനവയാണ്. ഈ പരിപാടിയെക്കുറിച്ചും പുനർനവയുടെ ആയുർവേദ പ്രചാരണ പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനായി ആശുപത്രിയുടെ പബ്ലിക് റിലേഷൻസ് മാനേജർ ശ്രീ പി ജയകൃഷ്ണൻ കാരണവർ ഇന്ന് നമ്മുടെ അതിഥിയായി ഗുഡ് മോർണിംഗ് കേരളത്തിലുണ്ട്. ശ്രീ ജയകൃഷ്ണൻ കാരണവർ, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഈ കഥകളിയിലൂടെ ആയുർവേദത്തിന് പ്രചാരം നൽകുക എന്ന സങ്കല്പം ആണ് കഴിഞ്ഞ ദിവസം പ്രാവർത്തികമായി സാക്ഷാത്കരിച്ചത് ഫോർട്ട് കൊച്ചിയിൽ വെച്ച്. എത്രത്തോളം സ്വീകാര്യമായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം? ആസ്വാദകർ എങ്ങനെയാണ് ഈ പരിപാടിയെ വരവേറ്റത്? വളരെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലൊക്കെ കവിഞ്ഞുള്ള ഒരു സ്വീകരണം ലഭിച്ചു. കഥകളി മുദ്രകൾ മനസ്സിലാവുകയും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആയുർവേദത്തിൻ്റെ ചര്യകൾ വിദേശീയരടക്കമുള്ളവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രമം ഫലവത്തായി എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് എന്താണ്, ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ഏത് ഘട്ടത്തിലാണ് ആലോചിച്ചത്? പ്രത്യേകിച്ച് വിദേശികളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയത്? ഇത് ഈ നമ്മുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തെ പാരമ്പര്യ കലാരൂപത്തിലൂടെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിൻ്റെ സവിശേഷത ഏതാണ്? ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല. കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാം എന്ന പുനർനവ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നതിലുപരിയായിട്ട് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് ഏജൻസികളോ ഒക്കെ ഇത് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള നിർദ്ദേശം കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരുന്നു. പലതുകൊണ്ടും ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇന്നത്തിൽ ഒരുപാട് കോസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. വളരെ ചിലവ് നിറഞ്ഞൊരു പദ്ധതിയാണിത്, കഥകളി ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. അങ്ങനെ ആരും മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AM അൻവർ, അദ്ദേഹമാണ് ഈ കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വരുന്നത് നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വളരെ സന്ദേഹങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിനകത്തിൽ ഈ കഥകളി ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്. അതിന് പറ്റിയ കലാകാരന്മാരെ കണ്ടെത്തണം. പിന്നെ ഡോക്ടേഴ്സിൻ്റെ വലിയ ഇൻവോൾവ്മെൻറ്റ് വേണം. ഇത് ആയുർവേദ ചര്യകൾ എന്ന് പറയുന്നത് കഥകളി രൂപത്തിലാക്കിയെടുക്കാനൊക്കെ കലാകാരന്മാരോടൊപ്പം ഡോക്ടേഴ്സിൻ്റെ സഹകരണം ആവശ്യമാണ്. ഡോക്ടർ അൻവറിനെ പോലുള്ളവരൊക്കെ അതിനൊക്കെ സമയം കണ്ടെത്താനാകുമോ എന്നുള്ള സന്ദേഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇവരെ എല്ലാവരെയും സജ്ജീകരിക്കുവാൻ, കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ഡോക്ടർ കരുനാപ്പള്ളിയിലൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലുണ്ട്. അവിടെ നിന്നൊക്കെ രാത്രിയിൽ 10-12 മണിക്കൊക്കെ തിരിച്ചെത്തി ഈ കഥകളി കഴിഞ്ഞു നിൽക്കുന്ന ഗോപി ആശാനെ പോലെയുള്ള ആൾക്കാരുമായിട്ട് വീണ്ടും 2-3 മണിക്കൂർ ദിവസങ്ങളോളം രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് ഇത് ചിട്ടപ്പെടുത്തി അങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു. അത് വളരെ സക്സസ്ഫുള്ളായി എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അന്താരാഷ്ട്ര തലത്തിലാണ് ഈ ഒരു ആയുർവേദത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പദ്ധതി പുനർനവ നടപ്പാക്കി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്? കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാം കഴിഞ്ഞ വർഷം അതിൻ്റെ കേരള ചാപ്റ്റർ ജസ്റ്റിസ് ഓംബുഡ്സ്മാൻ പുനർനവയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതിനകത്ത് അലോപ്പതി സ്ട്രീമിലുള്ള ഡോക്ടർ PK രാജീവ്, അദ്ദേഹം ഇൻ്റർനാഷണലി നോൺ നിയോനെറ്റോളജിസ്റ്റാണ്. അതുപോലെ ഡോക്ടർ റജു ഖാദർ ഫിസിഷ്യനാണ്. അങ്ങനെയുള്ള അലോപ്പതി ഡോക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, ലൈബ്രറികളിൽ, റെസിഡൻഷ്യൽ സൊസൈറ്റികളിൽ ഒക്കെ പോയിട്ട് ഞങ്ങൾ ഡോക്ടേഴ്സ് സെമിനാർ നടത്തുകയുണ്ടായി. ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായി. ആയുർവേദത്തിൻ്റെ ജീവിതചര്യകൾ, പ്രത്യേകിച്ച് ദിനചര്യയും ഋതുചര്യയും എല്ലാം നിത്യജീവിതത്തിൽ അനുശീലിക്കുവാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടേഴ്സ് നൽകുകയുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോക്ടർ അൻപുമണി രാംദാസ് ഇതിൻ്റെ ഒരു നാഷണൽ ചാപ്റ്റർ തുടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ എൻ്റെ ഉദ്ഘാടനം നടത്തിച്ചു. പിന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് കേന്ദ്രങ്ങളിൽ ഡോക്ടേഴ്സിനൊക്കെ വിദേശത്തൊക്കെ പോയി തന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഒരു ആയുർവേദ മിഷൻ കണ്ടസ്റ്റ് നടത്തി.
ആയുർവേദ ജീവിതചര്യകളിലേക്ക് ലോക ജനതയെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ലോഗൻ എഴുതി തരുന്ന വ്യക്തിക്ക് ഞങ്ങൾക്ക് ക്യാപ്പിൻ്റെ കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഒരു ഫെലോഷിപ്പും ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് പുനർനവയിൽ വെച്ച് ഒരാഴ്ചത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഓഫർ ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ മത്സരത്തിൽ ക്ഷണം നടത്തിയത്. അതിനകത്ത് കഴിഞ്ഞ വർഷം വിജയിയായത് അയർലൻഡ് സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലിൻഡ ഓയിഷ എന്ന സ്ത്രീയായിരുന്നു. അവർ ഗോഡ്സ് ഓൺ ട്രീറ്റ്മെൻറ്റ് അറ്റ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന മുദ്രാവാക്യമാണ് അവർ എഴുതിയത്. അതിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ വർഷം അത് വളരെ വിപുലമായി നടത്തുവാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഥകളി അവതരണം, ആയുർവേദ ചര്യകളുടെ കഥകളി ആവിഷ്കാരം നടത്തുവാൻ തീരുമാനിച്ചത്. അതിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഡോക്ടർ ആർ സുരേഷ്, അദ്ദേഹം കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ കവിതകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള അധ്യാപകനാണ് അദ്ദേഹം. അതുപോലെ മിസ്സിസ് വിജു വി നായർ തിരുവനന്തപുരത്ത് നിന്ന് അവർ, പിന്നെ ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായ ഡോക്ടർ ജസീല അൻവർ, ഡോക്ടർ രാമചന്ദ്രൻ, ഡോക്ടർ ധർണേന്ദ്ര, ഇവരുടെയൊക്കെ സഹായം, പ്രത്യേകിച്ച് കേരള കഥകളി സെൻറ്ററിലെ വിജയമാഷ്, ഗോപി ആശാൻ, ഇവരുടെയൊക്കെ സഹകരണത്തിൽ ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്താൻ കഴിഞ്ഞു. ഇത് ഇന്റർനാഷണൽ ലെവലിൽ പ്രചരിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്ക്. ഇനി എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്? ഇതിപ്പം ഇത് പ്രജി ചോദിച്ച പോലെ വളരെ സ്വീകാര്യമായിരുന്നു അവിടെ. അപ്പോൾ നടന്ന ദിവസം തന്നെ വിദേശീയരായിട്ടുള്ള വളരെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ്റെ പീരീഡിൽ നമ്മുടേതായിട്ടുള്ള ഇത്തരം സൗഭാഗ്യങ്ങളെ ഇത് നമ്മുടേതല്ലാതായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഥകളി, മോഹിനിയാട്ടം, ആയുർവേദം എന്നൊക്കെ പറയുന്നത് നമ്മുടേത് മാത്രമാണ്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ലോക ജനതയുമായി ഷെയർ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ സൗഭാഗ്യങ്ങളെല്ലാം, നമ്മുടെ കെട്ടിടങ്ങളുടെ സ്ട്രക്ചറുകൾ, നാലുകെട്ടുകളും എട്ടുകെട്ടുകളും എല്ലാം ഇപ്പോൾ വിദേശികൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലാരൂപങ്ങൾ, അതുപോലെ നമ്മുടെ ധന്യമായ ആയുർവേദം, ഇത് ലോക ജനതയുമായി പങ്കുവെക്കാനായിട്ട് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതിനകത്തൊക്കെ ഞങ്ങൾ ഈ കണ്ടിന്യൂയിങ് ആയുർവേദ അവയർനെസ് പ്രോഗ്രാമിലൂടെ ശ്രമങ്ങൾ നടത്തും. അതിന് ഇന്ന് ഞങ്ങളെ സമീപിച്ചിട്ടുള്ള ആൾക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ടൂറിസത്തിൻ്റെ ഭാഗമായാണ് പലപ്പോഴും ആയുർവേദവും കഥകളിയും മറ്റും ഇപ്പോൾ കൂടുതൽ പ്രചാരം കൈവന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് വിദേശികളെ ലക്ഷ്യമാക്കി ഉള്ള പദ്ധതികളുടെ ഭാഗമായി. നമ്മുടെ നാട്ടുകാർ, മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഈ കാര്യങ്ങളിൽ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് താല്പര്യം, ഇപ്പം ഈ ആയുർവേദത്തിനെ നമ്മൾ വിദേശികൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടുകാരും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും പ്രജയും ഒക്കെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ കഥകളിയെക്കുറിച്ച് നമ്മുടെ പുതിയ ജനറേഷന് അത്രയ്ക്ക് ജ്ഞാനമുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പം വിദേശീയരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ ഇത് ഒരേ രീതിയിൽ തന്നെ കണ്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങളൊരു വളരെ നല്ലൊരു പഠനം നടത്തി. അപ്പോൾ വിദേശികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം അതിനകത്തിൽ പങ്കെടുത്ത പലരും, കുക്കു പരമേശ്വരനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്കൂളുകളിലൂടെ ഇത് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ദിനചര്യയിലൊക്കെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും ഒരു ദിവസത്തെ ചര്യകൾ, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ എണ്ണ തേച്ച് അഭ്യംഗം ചെയ്യണം, ദിവസവും ശീലിക്കേണ്ട ഡിസിപ്ലിൻസ്, ഈവൻ ബൗവൽ ക്ലിയറൻസ് വരെ എങ്ങനെ ആകണം എന്ന് കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ കൂടെ പഠിപ്പിക്കണം എന്നാണ് അവരെ പോലുള്ള ആൾക്കാരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം വിദേശീയരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല, പിന്നെ വിദേശികൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മുടെ പ്രകൃതി ഭംഗിയും കഥകളിയും ആയുർവേദവും. ഇതിനെ മൂന്നും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏത് ശ്രമങ്ങളും ടൂറിസം ഇൻഡസ്ട്രിക്കും ഹെൽത്ത് ടൂറിസത്തിനും തീർച്ചയായിട്ടും അത് വളരെ പ്രോത്സാഹനം നൽകും എന്ന വിശ്വാസവും നിങ്ങൾക്ക്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജയകൃഷ്ണൻ, കാര്യങ്ങൾ വിശദീകരിക്കാനായി ഗുഡ് മോർണിംഗ് കേരളത്തിലെത്തിയതിന്. നിങ്ങളുടെ ആയുർവേദ പ്രചാരണ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച് പ്രജി.